വേടന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പാഠ്യവിഷയം. മൈക്കിൾ ജാക്സനൊപ്പമാണ് വേടന്റെ പാട്ടും ഉൾപ്പെടുത്തിയത്. BA മലയാളം 4ാം സെമസ്റ്ററിലാണ് പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഷ്കർ കരിമ്പയുടെ കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ കരിമ്പ, വേടന്റെ പാട്ട് എങ്ങനെ പാഠ്യപദ്ധതിയിൽ എത്തുകയാണ് അല്ലേ? അരുൺ, തീർച്ചയായും അങ്ങേയറ്റം ശ്രദ്ധ പിടിച്ചു പറ്റിയ വേടൻ യേശുദാസിന്റെ ശ്രദ്ധ പിടിച്ചു വരികളായിരുന്നു ഭൂമി ഞാൻ വാഴുന്നിടത്തുള്ളത്. പ്രത്യേകിച്ച് അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദമായിട്ട് തന്നെ വേടൻ പങ്കുവെച്ച വരികൾ അത് അത്രയേറെ മൂർച്ചയുടെ വാക്കുകളായിരുന്നു. ആ സംഗീതങ്ങളും ആ വരികളുമാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA 4ാം സെമസ്റ്ററിന്റെ ഭാഗമായി മലയാളം സെമസ്റ്ററിന്റെ ഭാഗമായി ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളം റാപ്പ് സംഗീതത്തിന്റെ ഒരു താരതമ്യ പഠനം, കലാപഠനം എന്നതോടൊപ്പം തന്നെ ഒരു താരതമ്യ പഠനമായിട്ട് ഇപ്പോൾ ഈ രണ്ട് പാട്ടുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൈക്കിൾ ജാക്സന്റെ ഒരു റാപ്പ് സംഗീതത്തോടൊപ്പമാണ്, അതിനോട് താരതമ്യപ്പെടുത്തിയാണ് ഈ വേടന്റെ വരികൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ അടിച്ചമർത്തലുകളുമായി ബന്ധപ്പെട്ട് അതുപോലെ ഐലൻഡ് കുർത്തി ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേടന്റെ ഈ ഭൂമി ഞാൻ വാഴുന്നതെന്നുള്ള ആ പാട്ട് അത്രയേറെ, ആ വരികൾ അത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. സമൂഹ മാധ്യമങ്ങൾക്ക് തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒന്നുകൂടിയാണ്. വേടനെ കൂടുതൽ പ്രശസ്തമാക്കുന്നതിൽ പോലും വലിയ തോതിൽ ഇടം വരുത്തിയ വരികളാണ് ഭൂമി ഞാൻ വാഴുന്നതെന്നുള്ള വേടന്റെ റാപ്പ് സോങ്. ആ റാപ്പ് സോങ് ആണ് ഇപ്പോൾ ഒരു പാഠ്യ വിഷയമായി തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം BA മലയാളത്തിൽ 4ാം സെമസ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അലി അക്ബർ ഷയാണ്, ക്ഷമിക്കണം, അഷ്കർ കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ വേടന്റെ പാട്ട് പാഠ്യപദ്ധതിയിലായി.